ഹായ് ഓൾ, അഞ്ജിതയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും പതിയെ ചെയ്തു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് ഒരു ഫിലിം റിവ്യൂ ആണ്. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന നസ്രിയയുടെയും ബേസിലിൻ്റെയും സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സിനിമ ഞാൻ കണ്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ സെൻട്രൽ ടാക്കീസിൽ നിന്നാണ്. അതേപോലെ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് MC ജിതിനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് നസ്രിയ നാസിം, ബേസിൽ ജോസഫ് തുടങ്ങിയവരാണ്. എന്നാൽ പോലും ഒട്ടും തന്നെ പ്രാധാന്യം കുറയാത്ത കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് ഭരതൻ, അതുപോലെ ദീപക്, പിന്നെ അഖില ഭാർഗവൻ, പൂജ തുടങ്ങിയവരാണ്. ഇനി ഈ ഒരു സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ പറയുക, നസ്രിയയുടെ പേരാണ് ആക്ച്വലി പ്രിയദർശിനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൽ ബേസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് മാനുവൽ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ആ ഒരു വ്യൂവിലൂടെയാണ് നമ്മൾ സിനിമ കാണുന്നത് തന്നെ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സിനിമയാണ്. അതിൽ നസ്രിയയുടെ ആണെങ്കിലും ബേസിലിൻ്റെ ആണെങ്കിലും കഥാപാത്രങ്ങളെല്ലാം ഉടനീളം തന്നെ ഉണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇതൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. പക്ക ആവറേജ് മൂവി. ഒരു ബിലോ ആവറേജ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിൻ്റെ കണ്ടന്റ് നല്ലതാണ്. പക്ഷേ അത് പ്രസൻറ്റ് ചെയ്തതും എനിക്കത്ര ഓക്കെ ആയി തോന്നിയില്ല. അതേപോലെ അതെല്ലാം പ്രസൻറ്റ് ചെയ്തോ എന്നുള്ളതും ഇപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു ആവറേജ് മൂവി ആയിട്ട് പറയുന്നത്. സത്യത്തിൽ നല്ലൊരു കണ്ടൻ്റാണ്. നമ്മൾക്ക് ഒരു സമൂഹത്തിലേക്ക് നല്ലൊരു മെസ്സേജ് തന്നെയാണ് അവരതിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് അവരതിൽ കാണിക്കുന്നത്. പക്ഷേ അത് അത്ര വർക്കൗട്ടായില്ല. അതായത് അതൊരു കംപ്ലീറ്റേഷനിലേക്ക് പോയില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് എന്താ പറയുക, ചിന്താഗതികളെല്ലാം മുന്നോട്ട് പോയെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ ഒരു ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പലവർക്കും ഇന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഫാമിലീസിന്, ഒരു ട്രഡീഷണൽ ഫാമിലീസിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പലതും ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് അവർ ആ ഒരു മൂവിയിൽ കാണിക്കുന്നത്. പക്ഷേ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറും 22 മിനിറ്റും മറ്റുമാണ് ആ സിനിമ ഉള്ളത്. അതിൻ്റെ അകത്ത് ഏകദേശം 5 മിനിറ്റ് തീരാൻ ബാക്കിയുള്ളത് വരെ നമുക്ക് ഈ ഒരു കണ്ടന്റേ അറിയത്തില്ല, ഒരു ഐഡിയ ഇല്ല. സസ്പെൻസ് ഒക്കെ നല്ലതാണ്, പക്ഷേ അവസാനത്തെ ഒരു 5 മിനിറ്റ് അടുത്ത് മാത്രമാണ് ഇതിൻ്റെ ഒരു റിയൽ സംഭവം നമ്മളിലേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു 5 മിനിറ്റിൽ ഈ ഒരു 2.25 മണിക്കൂറിന് മേലെ അവർ കാണിച്ചിരിക്കുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി അവർ തന്നിട്ടില്ല. മനസ്സിലായോ? അതായത് ഇതിനെ വേണമെങ്കിൽ ഈ ഒരു സിനിമയെ ഒരു ത്രില്ലർ എന്ന് പറയാം, പക്ഷേ അതൊരു ഇൻകംപ്ലീറ്റ് വേർഡായിരിക്കും സത്യത്തിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ ത്രില്ലറിന് വേണ്ട കാര്യങ്ങൾ അതിനകത്ത് ഇട്ടിട്ടില്ല, ഒരു കംപ്ലീറ്റേഷൻ അതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ത്രില്ലറിന് അതിനെ പറയാൻ പറ്റുമോ എന്നുള്ളതും എനിക്ക് ഡൗട്ടാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റും അതനുസരിച്ചാണ് അവർ മൂവി എടുക്കാൻ ട്രൈ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫുള്ളായിട്ട് അങ്ങനെ വന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രമാറ്റിക് മൂഡിലാണ് ശരിക്കും ഫിലിം വന്നതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരു റിയലിസ്റ്റിക് ആയിട്ടൊന്നും അത് എൻഡ് ചെയ്തില്ല, എൻഡ് ആയില്ല. മറ്റേ ഉടനീളം അത് അങ്ങനെ ഉണ്ടായതായി എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബേസിലിൻ്റെ ക്യാരക്ടർ ഇപ്പം നമുക്കറിയാം, പുള്ളി സംവിധായകൻ എന്നുള്ള നിലയായിക്കോട്ടെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലായിക്കോട്ടെ പുള്ളിയുടെ ബെസ്റ്റാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു. അതേപോലെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിദ്ധാർത്ഥ് ഭരതൻ എന്ന് പറയുന്ന ഒരു മാസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ ഇതിൽ ഒട്ടും ഉപയോഗിക്കാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ ബ്രഹ്മയുഗമൊക്കെ പോലത്തെ ഒരു സിനിമയിൽ അത്ര ബെസ്റ്റായിട്ട് അഭിനയം കാഴ്ചവെച്ചതും അല്ലാതെയുള്ള സംവിധാനം കാര്യങ്ങളിലൊക്കെ മികച്ചൊരു വ്യക്തിയാണ്, മികച്ചൊരു ആർട്ടിസ്റ്റാണ്, സംവിധായകനാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ട സ്ക്രീൻ സ്പേസ് കൊടുത്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെയാണ് ഈ അഖില ഭാർഗവൻ, അവരെ ഒന്നും വേണ്ട രീതിക്ക് യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി. മെയിനായിട്ട് ബേസിലിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നസ്രിയേനെയും ബേസ് ചെയ്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ പോയത്. അപ്പോൾ പിന്നെ എനിക്ക് നസ്രിയ ഇപ്പം എത്ര പേർക്ക് തോന്നുന്ന എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് നസ്രിയന് ഇതിനകത്തൊരു
ഒരു 50% എനിക്ക് മിസ്കാസ്റ്റിംഗ് ആയി തോന്നി. കാര്യം നസ്രിയ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ക്യൂട്ടസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടർ, തുള്ളിച്ചാടിയുള്ള ടൈപ്പ് ക്യാരക്ടറൊക്കെയാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വീട്ടമ്മ അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഒരാൾ, ഒരു കുഞ്ഞിൻ്റെ അമ്മ, ഭാര്യ, അങ്ങനത്തെയൊക്കെ ലെവലുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ഹൈലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നസ്രിയനെ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരിനെ നമുക്ക് തീരെ അങ്ങനെ തോന്നത്തില്ല. അതായത് ഏജ് തോന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് അതിനുള്ള ആ ഒരു അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അത്ര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എടുക്കാനായിട്ടുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 50%ഓളം എനിക്ക് നസ്രിയ മിസ്കാസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. കുറച്ചും കൂടെ വേറൊരാളായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ ഏജ് കൂടിയതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ വർക്കൗട്ട് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ ഈ സിനിമയിൽ മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. എന്തായാലും ഈ സിനിമയെക്കുറിച്ചുള്ള ഓവറോൾ അഭിപ്രായം എന്ന് പറയുന്നത് ആവറേജ് മൂവി എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു 10ൽ 6 മാർക്ക് കൊടുക്കാനേ എനിക്ക് പറ്റുള്ളൂ ഈ സിനിമയിൽ. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ ഒരു വൺ ടൈം വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് വളരെയധികം ഇന്നത്തെ കാലത്ത് വാല്യുവബിൾ ആയിട്ടുള്ള, സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂവി വൺ ടൈം കാണാം എന്നുള്ളൊരു ഇതാണ്. അതിനപ്പുറത്തേക്ക് ഭയങ്കര സംഗതികൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഭയങ്കര ലാഗായിരുന്നു. അതാണ് നമുക്ക് ഇത്രയും ഒരു എന്താ പറയുക, മടുപ്പ് തോന്നാനുള്ള കാരണം. ഭയങ്കര ലാഗാവുന്നുണ്ട്, ഭയങ്കര സ്ലോമോ ആണ് സിനിമ. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഇതെല്ലാമാണ്. നിങ്ങൾ എന്തായാലും ഈ സിനിമ പോയി കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം ഉറപ്പായിട്ടും അറിയിക്കണം, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ